സാറാസിൻ്റെ ടെക്നീഷ്യൻസ് ആയിരുന്നാലും അവരെപ്പോൾ വിളിച്ചാലും ഞങ്ങൾക്ക് അപ്പം തന്നെ ആൻസർ ചെയ്യും. ആ ഒരു പ്ലസ് പോയിൻ്റ് അത് അവരെ ഞാൻ വേറെ പ്രൊമോട്ട് ചെയ്യുന്നതൊന്നുമല്ല, ശരിക്കും ഞാൻ എപ്പോൾ വിളിച്ചാലും അവർ ആൻസർ ചെയ്യും. അത് നല്ല ഒരു എനിക്ക് അങ്ങോട്ട് വേറെ ആർക്കെങ്കിലും കൂടി റെക്കമെൻഡ് ചെയ്യാനായിട്ട് പറയുന്നത് ഒരു ഇതും കൂടിയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഇവിടെ മാധവം ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റിലേക്കാണ് വന്നിട്ടുള്ളത്. റീസെൻ്റ്ലി തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. എനിക്ക് ഈ ഒരു ഐഡിയ പറഞ്ഞു തന്നെ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ എയർലൈനിൽ വർക്ക് ചെയ്ത ഒരു വനിതയാണ്. കൂടുതൽ ഇവിടെ ജോബ് വർക്ക് ആയിട്ടാണോ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് ആയിട്ട് സെല് ചെയ്യണോ? ജോബ് വർക്കും ഉണ്ട്, അല്ലാതെ പ്രോഡക്റ്റ് ആയിട്ട് സെല്ലിങ് ഹോട്ടലിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഇഡലി മാവ് എല്ലായിടത്തും നല്ല ഒരു മൂവ്മെൻ്റ് ഉള്ള സംഭവമാണ്. സ്കൂളിലെ ഫംഗ്ഷന് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അവർ ടീച്ചർമാർ നേരിട്ട് വന്ന് ഞങ്ങൾ അതെല്ലാ സർവീസും അങ്ങ് എത്തിച്ചു കൊടുക്കും. അതുപോലെ തന്നെയാണ് ഇടിയപ്പപ്പൊടി, ഇപ്പോൾ സ്റ്റീംഡ് പുട്ടുപൊടി. ഇവിടെയൊന്നും ഈ ലൊക്കാലിറ്റിയിലൊന്നും സ്റ്റീംഡ് പുട്ടുപൊടി ഇല്ല. സ്റ്റാർട്ടിങ് ഒരു ടെൻഷൻ്റെ ഒരു ഫേസ് ഉണ്ടല്ലോ, ആ കാലഘട്ടം എങ്ങനെയായിരുന്നു? ഒന്ന് ഇറങ്ങി കളിച്ചു എന്ന് വേണം തന്നെ പറയാൻ. ഞാൻ ആ ഗ്രോസറി യൂണിറ്റിൽ ഒരുപാട് ഓഫേഴ്സ് വെച്ച് കൊടുത്തു. ഓണത്തിനാണ് തുടങ്ങിയത്. നല്ല രീതിയിൽ അത് എന്തായാലും നല്ലതായിട്ട് മൂവ് ചെയ്തു. റിസൾട്ട് നല്ലതായിരുന്നു. സ്പൈസസിൽ എന്തൊക്കെയാ ചെയ്യണം നമ്മൾ? സ്പൈസസിൽ ഇന്നിപ്പം മുളക് പൊടിയുണ്ട്, മല്ലിയുണ്ട്, മഞ്ഞൾ. നമുക്ക് ഈ പ്രോസസ് ഒക്കെ ഒന്നെല്ലാം കാണാം. ആയിക്കോട്ടെ. 50 കിലോയുടെ റൈസ് വാഷർ ആണിത്. 50 കിലോയിൽ ഒരു 45 കിലോ നമുക്ക് ഒറ്റയടിക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഇതിൽ തന്നെ കുതിർത്ത് ഒരു 15 മിനിറ്റ് ഇട്ടേക്കും. ഇടിപ്പ് പൊടിയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിനിപ്പം നേരെ പൊടിക്കാനായിട്ട് കൊണ്ടുപോയാൽ മതി. ഇതൊന്ന് കംപ്ലീറ്റ് അരിപ്പ ഉള്ളതുകൊണ്ട് വാർന്നു വരുന്ന സംഭവമാണ്. ഇതെല്ലാം സാറാസിന്റെ തന്നെ പ്ലാന്റ് ചെയ്യുന്ന ഡയറക്റ്റ് നമ്മൾ എടുത്ത സാധനങ്ങളാണ്. ഇതിൽ എന്തൊക്കെയാ മാഡം ചെയ്യണേ? സ്റ്റീമറിന്റെ അകത്ത് സ്റ്റീംഡ് പുട്ടുപൊടി ചെയ്യാറുണ്ട്. തരിപ്പുട്ടുപൊടിക്കും ചോളപ്പൊടിക്കും ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഞാൻ ഇന്നിപ്പോ അറിഞ്ഞ കാര്യമാണ്, ഇതിനകത്ത് സ്റ്റീമർ നമുക്ക് ഇഡലിയും കൂടെ ഉപയോഗിക്കാം. അങ്ങനെ ഇഡലി നല്ല രീതിയിൽ ഇഡലി മാവ് നല്ലതായിട്ട് മൂവ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞ കണക്ക് ഹോട്ടലിലേക്ക് സ്റ്റീംഡ് ഇഡലി തന്നെ നമുക്കിത് ഇഡ്ലി, വട്ടയപ്പം, കോഴിക്കോട്ട, കിണ്ണത്തപ്പം ഇതൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റും. അതിൽ ഇത് നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. ഇഡ്ലി മാവ്, ദോശമാവിന്റെ പ്രോസസ് എന്താണ്? ഉഴുന്ന് ആട്ടി എടുത്തതിന് ശേഷം നമ്മൾ അരി എല്ലാം കൂടെ ആട്ടി മിക്സ് ചെയ്ത് പിന്നെ തണുത്ത വെള്ളത്തിലോട്ട് മാറ്റി വെക്കും. കാര്യം അല്ലെങ്കിൽ ഇത് ചൂടാണ്. ചൂടാകുമ്പോൾ ഇത് പെട്ടെന്ന് കേടാവാനുള്ള സാധ്യതയുണ്ട്. തണുത്ത വെള്ളം എന്ന് വെച്ചാൽ ഐസ് വെള്ളത്തിൽ മാവ് ഇറക്കി വെക്കുക, അല്ലെങ്കിൽ ഇത് പൊങ്ങി വരും, ഇരിക്കത്തില്ല. അതിന്റെ ഈ ഗ്രൈൻഡർ ആയത് കാരണം അതൊരു ട്രേഡ് സീക്രട്ട് ആണ്. ഞാനിപ്പോൾ അത് പറഞ്ഞു. വടയുടെ മാവ് ആട്ടി വാങ്ങിക്കുന്നുണ്ട് അടുത്ത കടകളിൽ നിന്നൊക്കെ. അതുപോലെ തട്ടുകടയിൽ നിന്നൊക്കെ ദോശമാവ് അവരെല്ലാം വന്ന് ആട്ടി എടുത്തിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇതിപ്പോ ഈ മിഷൻ നമുക്ക് തികയത്തില്ല. ഇനി കുറച്ചും കൂടെ ഇനി അടുത്തൊരു നമ്മൾ അവിടുന്ന് എടുത്ത ഇടിയപ്പത്തിന്റെ അരിച്ചു വെച്ച അരിയാണ് നമ്മളിപ്പോ പൾവനൈസറിൽ ഇട്ടിട്ട് പൊടിച്ച് വരുന്നതാണ്. ഇതിനെ പൊടിച്ചു കഴിഞ്ഞിട്ട് അടുത്ത പ്രോസസ് എന്താ? പൊടിച്ച് നമ്മള് നേരെ വറുക്കാൻ എടുക്കുകയാണ്. ഇതിപ്പോ ഏകദേശം 20 കിലോ ഉണ്ട്. 40-45 കിലോളം ഇതിൽ ഒറ്റയടിക്ക് പോകും. പുട്ടുപൊടി ആയിരുന്നാലും അതേപോലെ തന്നെയാണ്. ഏത് ഐറ്റം ആയിരുന്നാലും നമുക്ക് ഇതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, നമുക്ക് ഇപ്പോഴത്തെ ഒരു അവൈലബിൾ ഗ്യാസിന്റെ ആവശ്യമില്ല. നമുക്ക് നേരിട്ട് കറണ്ടിന്റെ ഒരു ഇതാണ്. അതുകൊണ്ട് നമുക്കിത് നല്ല രീതിയിൽ ഇപ്പോൾ ഒരു ഹെൽപ്ഫുള്ളാണ്. മറ്റേന്ന് വെച്ചാൽ ഗ്യാസ് ഇപ്പോൾ ഷോർട്ടേജ് ആണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് ബാധിക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് നേരത്തെ ഈ ഒരു പ്രോഡക്റ്റ് എടുത്ത് വെച്ചത് നന്നായി. എന്തായാലും സാറാസിനും അതിനകത്ത് നന്ദി. ഇങ്ങനൊരു സംഭവം തുടങ്ങി. പുട്ടുപൊടിക്കായിരുന്നാലും ചോളപ്പൊടിക്കായിരുന്നാലും ഏത് ഐറ്റം ഇതിന് വേറെയും യൂസ് ഉണ്ട്. റവയും വറുക്കാറുണ്ട്. ഇടിയപ്പപ്പൊടി ആയതുകൊണ്ട് നമ്മൾ അരിക്കണ്ട. അപ്പൊ പുട്ടുപൊടി ആണെങ്കില് നമുക്ക് അതിൽ വെച്ചൊന്ന് അരിക്കാം. ഈ അരിപ്പുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണയാണ്, ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ്. അതുപോലെ തന്നെ ഇത് സ്റ്റീംഡ് പുട്ടുപൊടിയാണ്. ഇത് നമ്മൾ പാക്ക് ചെയ്തിപ്പോ പൊടിച്ചതേ ഉള്ളൂ.